അസ്സലാമു അലൈക്കും. യഥാർത്ഥ സത്യങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ നിലനിന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സൃഷ്ടാവിനെ നിഷേധിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അധ്യായം 3 സൂറ ആൽ ഇംറാനിലെ 98, 99, 100. നബിയെ പറയുക, വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്നത്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം അള്ളാഹു സാക്ഷിയാകുന്നു. നബിയെ പറയുക, വേദക്കാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് മതവിശ്വാസികളെ പിന്തിരിപ്പിച്ചു കളയുന്നത്? ആ മാർഗം ശരിയാണെന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണല്ലോ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി ഒന്നും അള്ളാഹു അശ്രദ്ധനല്ല. എന്തിനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ ഏതൊരു മതഗ്രന്ഥത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പറയുന്ന സൃഷ്ടാവ് ഒന്നാണ്. ആ സൃഷ്ടാവിനെ നമ്മളെ ഹൃദയത്തിലുള്ളത് അറിയാൻ കഴിയും, നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കാൻ കഴിയും, നമുക്ക് ചുറ്റിലും വലയം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ നന്മയും തിന്മയും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കണ്ടറിയുന്ന സൃഷ്ടാവിനെ പറ്റിയിട്ടാണ് ഏത് വേദഗ്രന്ഥങ്ങളിലേക്ക് പോയാലും നമുക്ക് കിട്ടുന്നത്. യഥാർത്ഥ വിശ്വാസികളെ പോലും അവരെന്തിനാണ് പിന്തിരിപ്പിച്ച് കളയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ 101 പറയുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ നിങ്ങൾക്കിടയിൽ അവന്റെ ദൂതനുണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ അവിശ്വാസികളാകും? ആർ അള്ളാഹുവെ മുറുകെ പിടിക്കുന്നുവോ അവൻ നേർമാർഗത്തിൽ നയിക്കപ്പെട്ടിരിക്കുന്നു. 102 പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടയാവരുത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട മുറപ്രകാരം തന്നെ സൂക്ഷിക്കാന്ന്. കാരണം ഏതൊരു മതഗ്രന്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ പറയുന്ന സൃഷ്ടാവ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന സൃഷ്ടാവാണ്. അപ്പൊ ആ സൃഷ്ടാവിനെ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ മരണം എന്നാണ് പറയുന്നത്.